നമസ്കാരം. പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. ശിവഗിരിക്കുന്നിൽ നിന്നും ഒരു സിംഹഗർജനം കേട്ടു. അതിനെ പിന്തുണയ്ക്കാൻ ആ വേദിയിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഉണ്ടായിരുന്നു. കേട്ടത് പാതി കേൾക്കാത്തത് പാതി. വയലാർ രാമവർമ്മയുടെ കവിതയിൽ പറയും പോലെ ഉച്ചൂലുപോലാം മുടിക്കെട്ട് തുള്ളിച്ചു ഗർജിച്ചു നാട്ടുപ്രമാണിമാരിങ്ങനെ മാറിസ്ഥലം നോക്ക് കമ്മ്യൂണിസത്തിനു കേറി കളിക്കുവാനുള്ളതെല്ലാം ബലം എന്നലറിക്കൊണ്ട് പിണറായി വിജയന്റെ നെഞ്ചത്ത് കുതിര കയറാൻ തുടങ്ങുമ്പോഴാണ് പല വിദ്വാൻമാർക്കും കാര്യം മനസ്സിലായത്. വിഷയം അവിടെങ്ങും നിൽക്കുന്നതല്ല. ക്ഷേത്രങ്ങളിലെ ചില ദുരാചാരങ്ങൾ കാലത്തിനനുസരിച്ച് മാറ്റപ്പെടേണ്ടതാണ് എന്നുള്ള സച്ചിദാനന്ദ സ്വാമിയുടെ പ്രഖ്യാപനവും അതിന്റെ പ്രതികരണങ്ങളുമായി കേരളം കൊണ്ടുപിടിച്ച ചർച്ച തുടങ്ങി. വിഷയമാവട്ടെ സനാതനധർമ്മം. മാധ്യമങ്ങളുടെ വകയായി അന്തിച്ചർച്ചകൾ, നാടൻ കലാരൂപങ്ങൾ, ചവിട്ട് നാടകങ്ങൾ, എന്തിനേറെ പറയുന്നു, ഒറ്റ രാത്രി കൊണ്ട് തന്നെ കേരളമാകെ പ്രകമ്പനം കൊള്ളിക്കുന്ന വിഷയമായി മാറി. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ 19ഉം 20ഉം നൂറ്റാണ്ടുകൾ കണ്ട ഏറ്റവും വലിയ ചിന്താവിപ്ലവത്തിന് തിരികൊളുത്തിയ ലോകഗുരുവായ ശ്രീനാരായണ ഗുരുവിനെ ഒരു ഹൈന്ദവ സന്യാസിയായി താഴ്ത്തിക്കെട്ടുവാനുള്ള ശ്രമം ശിവഗിരിയിൽ ആ തേജോഗോളത്തിന്റെ അസ്തമനകാലം മുതൽ തുടങ്ങിയതാണ്. പക്ഷെ ഈ അടുത്ത കാലത്തായി ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് വടക്കു നിന്നുള്ള വാറോലകളുടെ വരവും ശക്തമായിരിക്കുന്നു. ഇതൊരു പക്ഷേ ശിവഗിരി മഠം തിരിച്ചറിഞ്ഞിരിക്കാം. ഗുരുദേവനും സനാതനധർമ്മം തന്നെയാണ് പറഞ്ഞത്. SNDP യോഗത്തിന്റെ ഗുരു അവസാനം പങ്കെടുത്ത സമ്മേളനത്തിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സനാതനധർമ്മം നടപ്പാക്കുന്നതിന് വേണ്ടി എന്നാണ് ഗുരു പറഞ്ഞത്. എന്നാൽ ഇതിന് ഇന്നത്തെ ഹിന്ദുത്വവാദികൾ പറഞ്ഞു നടക്കുന്ന സനാതനധർമ്മവുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് SNDP യോഗത്തിന് സനാതനധർമ്മ പരിപാലന യോഗമെന്ന് പേര് വരാതെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന പേര് വന്നതും. ശ്രീനാരായണ ഗുരുവിന്റെ പ്രബോധനങ്ങളെ ശ്രീനാരായണ ധർമ്മം എന്ന പേരിൽ കാലം കനകാക്ഷരങ്ങളിൽ എഴുതി ചേർത്തത്. പട്ടിക്കും പൂച്ചയ്ക്കും മറ്റെല്ലാ ജീവികൾക്കും യഥേഷ്ടം സഞ്ചരിക്കാവുന്ന വഴികളിലൂടെ കീഴാളനും ചണ്ടാളനും സഞ്ചരിക്കാൻ പാടില്ല എന്ന് കൽപ്പിച്ചവർ പാടി നടന്ന സനാതനധർമ്മമല്ല ശ്രീനാരായണ ഗുരു പറഞ്ഞ സനാതനധർമ്മം. സ്വന്തം പത്തായങ്ങളും കളപ്പുരകളും നിറയ്ക്കുന്നതിന് വേണ്ടി വയലേലകളിലും പറമ്പുകളിലും കീഴാളനെ കൊണ്ട് അരമുറി കരിക്കും കൊടുത്ത് അരത്തൊണ്ട് കള്ളും കൊടുത്ത് പകലന്തിയോളം പണി ചെയ്യിച്ച് അവരെ കൊല്ലാക്കൊല കൊന്നവർ പാടി നടന്ന സനാതനധർമ്മമല്ല ശ്രീനാരായണ ഗുരു പറഞ്ഞ സനാതനധർമ്മം. മാറുമറയ്ക്കാൻ അവകാശമില്ലാത്ത കീഴാളന്റെ പെണ്ണുങ്ങൾ പാതിനഗ്നകളായി പാടത്ത് ഞാറ് നടുമ്പോൾ ആ വയലുകളുടെ കരയിൽ ഇരുന്നു കൊണ്ട് വെടലച്ചിരിയും ചിരിച്ച് വെറ്റിലയും മുറുക്കി മണിപ്രവാളങ്ങൾ പാടിയ തമ്പുരാക്കന്മാർ കൊട്ടിഘോഷിച്ച സനാതനധർമ്മമല്ല ശ്രീനാരായണ ഗുരു പറഞ്ഞ സനാതനധർമ്മം. വേദം പഠിക്കുന്ന ശൂദ്രന്റെ
ചെവിയിൽ പോലും ഈയമുരുക്കി ഒഴിക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ട് കീഴാളനും ചണ്ടാളനും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് സ്വന്തമായുള്ള വിദ്വൽ സദസ്സുകളിൽ അസഭ്യ ശൃംഗാരത്തിന്റെ അക്ഷരശ്ലോകം പാടി നടന്നവർ, അവർ പറഞ്ഞു നടന്ന സനാതനധർമ്മമല്ല ശ്രീനാരായണ ഗുരു പറഞ്ഞ സനാതനധർമ്മം. യാഥാസ്ഥിതികത്വത്തിന്റെ മടിയിൽ തലവെച്ചുറങ്ങിയിരുന്ന ജാതിഭ്രാന്തന്മാരുടെ മനസ്സുകളിലേക്ക് പാഞ്ഞു കയറിയ ഒരു വില്ലുവണ്ടിയുടെ അമരക്കാരനെ കേരളത്തിന് ഓർമ്മയുണ്ടാവും. മഹാത്മാ അയ്യൻകാളി. 7 വയസ്സുള്ള പഞ്ചമി എന്ന് പറയുന്ന ഒരു ബാലികയുമായി, ആ ബാലികയെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനായി സധൈര്യം സ്കൂളിലെത്തിച്ച അയ്യൻകാളി, ആ അയ്യൻകാളിയെയും മറ്റും ആക്രമിക്കുകയും ആ സ്കൂളിന് തന്നെ തീയിടുകയും ചെയ്തവർ കൊട്ടിപ്പാടി നടന്ന സനാതനധർമ്മമല്ല ശ്രീനാരായണ ഗുരു പറഞ്ഞ സനാതനധർമ്മം. കേരളത്തിൽ ആദ്യമായി കാറ് വാങ്ങിച്ച കീഴാളനായ ആലുംമൂട്ടിൽ ചാന്നാർ പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും പല്ലക്ക് ചുമട്ടുകാരുടെ ദൂരപ്പോ ദൂരപ്പോ എന്നുള്ള വിളി കേൾക്കുമ്പോൾ കാറ് നിർത്തി 7 വളം അകലെ ഓടി മാറി നിൽക്കുന്ന ആ കാഴ്ച കണ്ട് പൊട്ടിച്ചിരിച്ചവർ, ആ കാഴ്ച ആസ്വദിച്ചവർ, അവർ പാടി നടന്ന സനാതനധർമ്മമല്ല ശ്രീനാരായണ ഗുരു പറഞ്ഞ സനാതനധർമ്മം. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്താണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ സനാതനധർമ്മം? അദ്ദേഹം പിൻതലമുറകൾക്കായി സമ്മാനിച്ച പ്രധാനപ്പെട്ട ചില പ്രബോധനങ്ങളുണ്ട്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 1, പല മതസാരവുമേകം. എല്ലാ മതങ്ങളിലും മോക്ഷമാർഗങ്ങളുണ്ടെന്ന് ശ്രീനാരായണ ഗുരു വിശ്വസിച്ചു. എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നു തന്നെയാണെന്ന് ഗുരുദേവൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെയോ ജാതിയുടെയോ ഭാഗമല്ല എന്ന് പ്രഖ്യാപിച്ചത്. 2, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന പ്രബോധനത്തിലൂടെ അദ്ദേഹം ഈ ലോകത്തെ പഠിപ്പിച്ചത് മതങ്ങൾക്കല്ല പ്രാധാന്യം, മനുഷ്യനാണ്, മനുഷ്യത്വത്തിനാണ്, മാനവികതയ്ക്കാണ്, മനുഷ്യസ്നേഹത്തിനാണ്. 3, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടെ കുറിക്കപ്പെട്ടതാണ് ആ വരികൾ. അതുപോലെ ആയിരിക്കണം നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളും എന്ന് ഗുരുദേവൻ ആഗ്രഹിച്ചിരുന്നു. മത്തുപിടിച്ച മതാന്ധതയെ, ജാതിഭ്രാന്തിനെ സനാതനധർമ്മത്തിന്റെ ലേബലൊട്ടിച്ച് മലയാളിയുടെ അണ്ണാക്കിൽ തിരുകാൻ ശ്രമിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ: ശ്രീനാരായണ ധർമ്മം അത് കേരളത്തിന്റെ സംസ്കാരമാണ്. ശ്രീനാരായണ ഗുരുവിനെ ക്രയവിക്രയ സർവ സ്വാതന്ത്ര്യത്തോടുകൂടി തീരെഴുതി വാങ്ങാൻ ആരെങ്കിലും ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അത് 8 മടക്കി പോക്കറ്റിൽ തന്നെ വയ്ക്കുന്നതാണ് അവർക്ക് നല്ലത്. കൂട്ടുകാരെ, നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. സസ്നേഹം, നിങ്ങളുടെ പ്രദീപ് കുമാർ.